ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇൻഫിനിറ്റി ഡിസൈൻ എന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് ഹെയറിൻ്റെ ഷെയ്ഡിങ് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി നല്ല രീതിയിൽ കുഴപ്പിക്കുന്ന ഒരു ഏരിയയാണ് ഹെയറിൻ്റെതെങ്കിലും മറ്റുള്ള ഷെയ്ഡിങ്സിനെ വെച്ച് നോക്കുമ്പോൾ ഹെയറിൻ്റെ ഏരിയയാണ് നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു ഏരിയ. നമുക്കത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്തു തീർക്കാമെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇൻഫിനിറ്റി ഡിസൈൻ എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലൊരു ഇമേജും ട്രേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പുതിയ ലെയറായിട്ട് സെക്കൻഡ് ലെയറായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ലെയറിലായിരിക്കും നമ്മൾ കളർ അപ്ലൈ ചെയ്യുന്നത്. ഞാനിവിടെ കളർ സെലക്ട് ചെയ്യുന്നുണ്ട്, ബ്രഷ് സെലക്ട് ചെയ്യുന്നുണ്ട്. ബ്രഷ് സെലക്ട് ചെയ്യുന്നത് ലാസോ ഫില്ലാണ്. അതുപോലെ ടൂൾ യൂസ് ചെയ്യുന്നത് ലാസി ടൂളാണ്. ഇതിലെല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഹെയറിൻ്റെ ബേസ് കളറാണ് അപ്ലൈ ചെയ്യുന്നത്. ഹെയറിൻ്റെ ഷേപ്സ് സ്മൂത്താക്കാൻ വേണ്ടിയാണ് ലാസി ടൂൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കത് ലാസി ടൂൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ആ ഒരു സ്മൂത്ത്നെസ് അല്ലെങ്കിൽ ഹെയറിൻ്റെ ആ ഒരു ഷേപ്പ് പ്രോപ്പറായി കിട്ടിയെന്ന് വരില്ല. പ്രാക്ടീസ് ചെയ്ത് വേണം ഷേപ്പ് സ്മൂത്തായിട്ട് വരച്ചെടുക്കാൻ. ഇവിടെ ഇപ്പം ഹെയറിൻ്റെ ബേസ് കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് ഈ ഹെയറിൻ്റെ ഔട്ടർ ഏരിയയിൽ ചെറുതായിട്ടുള്ള ഒരു ഷെയ്ഡിങ്സ് അപ്ലൈ ആണ്. ഇത് ചെയ്യുന്നത് നമ്മൾ ഫേസിലേക്ക് ഒരു കളറോ അല്ലെങ്കിൽ ബേസ് കളറോ അല്ലെങ്കിൽ ഷെയ്ഡിങ്സ് വരുമ്പോൾ അതുമായിട്ട് യോജിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്കിത് പിന്നീട് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഉപകാരപ്പെടും. കുറച്ചും കൂടി സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഹെയറിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാൻ ഈ ഒരു ഷെയ്ഡിങ് കൊണ്ട് സാധിക്കും. ഇനി ഇതല്ല, നിങ്ങൾക്ക് ടാപ്പറൈഡ് ബ്രഷ് യൂസ് ചെയ്തുകൊണ്ടും ഹെയറിൻ്റെ ലൈൻസ് ആഡ് ചെയ്യാൻ സാധിക്കും. കുറച്ച് ടൈം എടുക്കുമെന്ന് മാത്രം. ഇത് കുറച്ചും കൂടി സ്പീഡായിട്ട് ചെയ്യാനുള്ള മെത്തേഡ് കൂടിയാണ്. നിലവിൽ ഹെയറിൻ്റെ ബേസ് കളർ അപ്ലൈ ചെയ്തു. അതുപോലെ അതിന് ചുറ്റുമായിട്ട് വരുന്ന ഔട്ടർ ഷെയ്ഡിങ്ങും നൽകി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് മെയിനായിട്ടുള്ള ഏരിയയാണ്, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഏരിയയാണ് ചെയ്യാൻ പോകുന്നത്. ഹെയറിൻ്റെ ലൈൻ സൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ ഹൈലൈറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിന് വേണ്ടി ഒരു പുതിയ ലെയർ ഞാൻ ടോപ്പിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ടാപ്പറൈഡ് ബ്രഷ് സെലക്ട് ചെയ്തിട്ടുണ്ട്. സെറ്റിങ്സിൽ പോയിട്ട് ഇലാസ്റ്റിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അത് ഹെയറിൻ്റെ ലൈൻ സൈഡ് ചെയ്യുന്നത് കുറച്ചും കൂടി സ്പീഡായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തത്. അതുപോലെ ഒരു കളർ സെലക്ട് ചെയ്യണം. ഞാനിവിടെ ഫേസിൽ നിന്നും ലൈറ്റ് അടിക്കുന്ന ഏരിയയിലുള്ള കളർ എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് കളർ ഞാൻ പിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു കളറും ടാപ്പറൈഡ് ബ്രഷിൻ്റെ ഒപ്പാസിറ്റി ഒരു 29-28 ആ ഒരു ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുക. അതുപോലെ ബ്രഷിൻ്റെ സൈസ് അത്യാവശ്യം കൂട്ടി വെക്കുക. എന്നിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഹെയറിൻ്റെ ലൈൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളെ റെഫറൻസിൽ എങ്ങനെയാണോ ലൈൻസ് ഉള്ളത് അതുപോലെ തന്നെ ആ ഒരു ഡ്രോയിങ്ങിലും അത് ഉൾപ്പെടുത്തുക. ഇവിടെ നിങ്ങൾ ഹെയറിൻ്റെ ലൈൻസ് ആഡ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടാപ്പറൈഡ് ബ്രഷിൻ്റെ സൈസ് കൂട്ടി വെക്കുക. അതുപോലെ ഒപ്പാസിറ്റി അത്യാവശ്യം കൂട്ടി വെക്കുക തന്നെ ചെയ്യണം. എന്നിട്ട് വേണം ഹെയറിൻ്റെ ഈ ഒരു ഷെയ്ഡിങ്സ് അപ്ലൈ ചെയ്യാൻ. ഇത് പിന്നീട് നമുക്ക് കുറക്കാനുള്ളതും കൂടിയാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹെയറിൻ്റെ എല്ലാ ഏരിയയും കവറായെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ടൈറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇത് നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ടും പെട്ടെന്ന് ഹെയറിൻ്റെ ഏരിയാസ് കവർ ചെയ്ത് തീർക്കാനും പറ്റും. അങ്ങനെ ഹെയറിൻ്റെ മെയിൻ ഷെയ്ഡിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് റെഫറൻസ് ഹൈഡ് ചെയ്ത് വെക്കുക. അതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കുറച്ച് ഡാർക്ക് ആക്കി വെക്കുക. എന്നിട്ട് കുറച്ചുകൂടി ഹെയറിൻ്റെ ലൈൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഏതൊക്കെ ഏരിയസിലാണ് മിസ്സായിട്ടുള്ളതെന്നൊക്കെ നോക്കിയിട്ട്
പ്രോപ്പറായിട്ട് ലൈൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ചെയ്യാനുള്ളത് ഈ ഒരു ഹെയറിൻ്റെ ലൈൻസ് ഇത്ര നമുക്ക് വേണ്ടതില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സെലക്ഷനിൽ വന്നിട്ട് ആ ഒരു ലെയർ സെലക്ട് ചെയ്ത് നോക്കണം. എന്നിട്ട് സെലക്ഷനിൽ പ്രോപ്പർട്ടീസിൽ വന്നിട്ട് കളറിൻ്റെ ഓപ്പാസിറ്റി ആവശ്യത്തിന് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് മെയിൻ ഹൈലൈറ്റ് ലൈറ്റ് ഏത് ഭാഗത്താണോ കൂടുതലായിട്ട് വരുന്നത് ആ ഒരു രീതിയിൽ കുറച്ചുകൂടി ഹെയർ ലൈൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഹെയർ ഷെയ്ഡിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ 10-20 മിനിറ്റിനുള്ളിൽ നമുക്ക് സ്പീഡായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന മെത്തേഡ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഷെയ്ഡിങ്സിനെ വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹെയറിൻ്റെ ഏരിയാസ് കവർ ചെയ്യാൻ പറ്റും. ഈ ഒരു ഡ്രോയിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താനും ഡ്രോയിങ് ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ.